കൈക്കുഴി വരുന്നത് 8.5. വരുന്നത് 2.5 എടുത്തു. അത് കഴിഞ്ഞ് 4.5 എടുത്തു. ഷോൾഡർ 3.5. നമ്മൾ അവിടുത്തപ്പോൾ 3.5 അത് പ്ലസ് അരഞ്ച് കൂട്ടിയിട്ട് 4. കൈക്കുഴി അളന്നപ്പോൾ 8.5 കിട്ടിയത്. അപ്പോൾ 8.5 ഞങ്ങൾക്ക് വണ്ണം കിട്ടിയത് നമുക്ക് വണ്ണം നോക്കിയപ്പോൾ കിട്ടിയത് 20.5 ആകുമ്പോൾ എന്നിട്ടേക്ക് പകുതി വെച്ച് നമ്മൾ 20 വെച്ച് 20.5 പകുതി എത്ര വരും? 10. 20 10.15 വരും. അപ്പോൾ ഇവിടെ 8.5 ആക്കുന്നു. 20.5 കൈക്കുഴി 8.5 അടയാളപ്പെടുത്താം. ഇവിടെ നിന്ന് കൈക്കുഴിയുടെ അടയാളം വരെ എത്ര വന്നിട്ടുണ്ട്? 6.5. അതുപോലെ 8.5 ഒന്നാം സ്ഥലത്തേക്ക് ഇവിടുന്ന് എത്ര കിട്ടും നോക്കാം. ഇപ്പോൾ ഇവിടെ അതേ അളവ് കിട്ടിയിട്ടുണ്ട് 6. അപ്പോൾ 20.5 ആകുമ്പോൾ എത്രയാണ് നമുക്ക് കിട്ടിയത്? 10.15 അല്ലേ? 10.15 1 ഇഞ്ച് 1.5 ഇഞ്ച് കൂട്ടിയെടുക്കാം. 10.15 പ്ലസ് 11.15 11.5 കാലമാണ് എടുക്കുക. എന്നിട്ട് തന്നെ വരക്കാം. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് കുഴിയിലോട്ടൊക്കെ ഇങ്ങനെ വരക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ കൈക്കുഴി വരക്കുമ്പോൾ കൈക്കുഴിയുടെ ഇവിടെ ഈ ഭാഗം ഞാനൊന്ന് വൃത്തി വൃത്തിയിൽ നിന്ന് 1.5 ഇഞ്ച് ആക്കാം. 1.5 ഇഞ്ച് എന്നിട്ട് കൈക്കുഴി വരച്ചു. ടാപ്പ് നൂലൊക്കെയൊന്നും പിടിച്ച് ഇങ്ങനെ പിടിച്ചിട്ട് 1.5 ഇഞ്ചിങ്ങനെ ആക്കിയിട്ട് ഈ വശവും ഈ വശവും ഒരാൾക്ക് കൊടുത്തു. അപ്പോൾ നമുക്കിങ്ങനെ കർവായിട്ട് ഇങ്ങനെ വരക്കണം. അങ്ങനെ അത് വരച്ചു. ഇനി നമുക്ക് വക്രം കഴുത്തിൻ്റെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് 10 ഇഞ്ച് അടയാളപ്പെടുത്താം. 10 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇവിടെ നിന്ന് നമ്മൾ കൈക്കുഴി വരച്ച ഭാഗത്ത് നിന്ന് കൈക്കുഴി വരച്ച ഭാഗത്ത് നിന്ന് ഇവിടെ നിന്ന് 1 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇവിടെ നിന്നും 1 ഇഞ്ച് അടയാളപ്പെടുത്താം. അപ്പോൾ നമ്മൾ ഈ കർവ് വരച്ചതിൻ്റെ നടുക്ക് ഒരു പോയിൻ്റ് ഇട്ടു. 1 ഇഞ്ച് മുന്നോട്ട്
ഉണ്ട്. ഇവിടെ നിന്ന് 1 ഇഞ്ച്, ഇവിടെ നിന്ന് 1 ഇഞ്ച്, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ കർവിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ പോയിന്റിലേക്ക് കൊണ്ടുപോകും. ഇങ്ങനെ നമുക്ക് വേണ്ടി ഇങ്ങനെ വളച്ച് കൊണ്ടുവന്നിട്ട് നമ്മൾ ഇവിടെ 10 ഇഞ്ച് ഇട്ടിട്ടുണ്ട്. അങ്ങോട്ട് ഇങ്ങനെ വളച്ച് കൊടുക്കണം. നമ്മുടെ പാട്ട് കിട്ടി. അതിന് ശേഷം നമുക്ക് കൈയുടെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചിങ്ങനെ ഇറക്കി വെച്ചതിന് ശേഷം, അതായത് 10 ഇഞ്ച് ഇറങ്ങുന്നതിന് ഒരു 2 ഇഞ്ച് ഇറക്കിയതിന് ശേഷം 2 ഇഞ്ച് ഇറക്കിയതിന് ശേഷം ടേപ്പ് നേരെ വെച്ച് ഒരു ലൈൻ വരച്ച് കൊടുക്കാം. ലൈൻ വരച്ചതിന് ശേഷം നമുക്ക് ഇവിടെ കട്ട് ചെയ്യുന്ന ഈ ഭാഗം നമുക്ക് അളന്ന് തരും. അപ്പം ഈ കൈക്കുഴി അകപ്പെടുത്തിയത് നമ്മൾ ഈ പോയിന്റ് ഇങ്ങനെ വരച്ചിട്ട് ഈ പോയിന്റ് 1 ഇഞ്ച് ഈ പോയിന്റ്, അതായത് കൈക്കുഴിക്ക് നേരെ വരച്ചത് ഈ പോയിന്റ് തുടങ്ങി ഈ പോയിന്റ് വരെ എത്ര ഉണ്ടെന്ന് നോക്കാം. അതുപോലെ നമുക്ക് കിട്ടിയത് 5.25 കറക്റ്റ് 5.25 ഈ 5.25 നമ്മൾ ഈ ഒരു ലൈൻ വരച്ചില്ലേ, അതിൻ്റെ ഈ ഭാഗത്ത് ഈ അറ്റത്ത് നമ്മൾ ഇങ്ങനെ വരക്കുന്നിടത്തുനിന്ന് ഈ അറ്റത്ത് മാറാം. ഈ അറ്റത്ത് ഈ അറ്റത്ത് 5.25 അതായത് 5.25 എത്ര വരുന്നതെന്ന് വെച്ചാൽ എത്ര ഇടാം. ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ചെറിയ തരും. അപ്പോൾ അതിൻ്റെ 1 ഇഞ്ച് ഉള്ളിലേക്ക് ഒരു ലൈൻ വരക്കാം. ഇത് 5.25 നിന്ന് 1 ഇഞ്ച് ഉള്ളിലേക്ക് എടുക്കാം. അതുപോലെ ഇവിടെ നിന്നും 1 ഇഞ്ച് എടുക്കാം. ഓക്കെ, അതിന് ശേഷം ഇവിടെ നിന്ന് നമ്മൾ ഇവിടെ കൈക്കുഴി ബാക്കി വന്നില്ലേ, അത് ഇവിടെ നിന്ന് 1 ഇഞ്ച് ഇങ്ങോട്ട് കർവായിട്ട് വരച്ചു കൊടുക്കാം. ഇങ്ങനെ വരച്ചതിന് ശേഷം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയുള്ളൊരു സ്ക്വയർ ഒരു ഇത് കിട്ടും. ഓക്കെ, ക്യാമറ ഓപ്പൺ ആക്കിയത് കേട്ടോ, അതുകൊണ്ട് ഇങ്ങനെ കാണുന്നു. അപ്പം നമുക്കിനി കട്ട് ചെയ്യാം. നമ്മൾ ഫുൾ
ഇത് എൻ്റെ ഓപ്പൺ ചെയ്യാം. ഇനി നമുക്ക് ഫ്രണ്ട് കഴുത്ത് അളവെടുക്കാം. ഓക്കെ, ടേപ്പ് ഇങ്ങനെ പിടിച്ച് താഴേക്ക് പിടിച്ച് ഇതിൻ്റെ കറക്റ്റളവ് കിട്ടും. ഇങ്ങനെ പിടിച്ച് താഴേക്ക് പിടിച്ച് ഇങ്ങോട്ട് മടക്കി കഴുത്തിൻ്റെ ഈ ഭാഗം ഇങ്ങനെയാണ് സ്റ്റിച്ചിങ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് കഴുത്ത് ഇത്രയൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ടേപ്പ് ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇങ്ങോട്ട് വെക്കാം. അപ്പോൾ ഈ വരുന്ന ഭാഗത്തേക്ക് അങ്ങനെ ചെരിച്ച് വെക്കാം. ഇവിടെ നമുക്ക് 5 ഇഞ്ച് കിട്ടുന്നുണ്ട്. കാണിച്ചിട്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ കറി കൊടുക്കുമ്പോൾ ഇവിടെ ചേരിച്ച് ടേപ്പ് ഇങ്ങനെ വെച്ചാൽ ചേരിച്ച് വെക്കുന്ന ഭാഗത്ത് എത്രയാണ് വരുന്നത് അല്ല 5 ആ 5 എടുക്കാം. അതുപോലെ ബാക്കും ഇത് 3 വരുന്നുണ്ട്. ഫസ്റ്റ് കഴുത്ത് 5 വരുന്നുണ്ട്. ഓക്കെ, ടു ആൻഡ് 2.25 വരുന്നത്. 2.25 കിട്ടുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഫ്രണ്ട് കഴുത്ത് 5ഉം ബാക്ക് കഴുത്ത് 2.25 കിട്ടുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് അളവെടുക്കുക. ഇത് ഞാൻ എടുക്കുന്ന രീതിയാണ്. അളവ് എടുക്കുക 2.5 ആ 2.5 അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നമുക്ക് നേരത്തെ. ഓക്കെ, 5 നമുക്ക് ഫ്രണ്ട് കഴുത്ത് 5 കിട്ടി. ആ 5ൽ നിന്ന് ഒരു 1/4 ഇഞ്ച് കൂടിയും കൂട്ടിയിട്ട് ഫ്രണ്ട് കഴുത്ത് അടയാളപ്പെടുത്താം. അഞ്ചേകാല്, അതായത് ഫ്രണ്ട് കഴുത്ത് നമുക്ക് 5 ആണ് കിട്ടിയത്. 5ൽ നിന്ന് ഒരു പ്ലസ് 1/4 ഇഞ്ചും കൂടി കൂട്ടിയതിന് ശേഷം 5.25 എടുത്ത് ഇങ്ങോട്ട് ഫ്രണ്ട് കഴുത്ത് അതിന് ശേഷം ഇങ്ങോട്ട് 2.5
നമുക്ക് ഏത് മോഡലാണ് കഴുത്ത് വേണ്ടത് ആ മോഡലിൽ ചെയ്യും. ഞാനിപ്പോൾ ഈ മോഡൽ കഴുത്താണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഓക്കെ. ഇത് ബാക്ക് പാർട്ട്, ഇത് ഫ്രണ്ട് പാർട്ട്, ഇത് ബാക്ക് പാർട്ട്. അതായത് നമ്മൾ കട്ടിങ് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കിട്ടുക. ഇത് ഫ്രണ്ട്, ഇത് ബാക്ക്. നിർത്തി വെച്ചിട്ട് അങ്ങോട്ടൊക്കെ വെച്ചിട്ടാണ് കട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അടുത്തത് നമുക്ക് വന്നേക്കുന്നത് 2.25 അപ്പോൾ 2.25 പ്ലസ് 1/4 ഇഞ്ച്. 1/4 ഇഞ്ചാകുമ്പോൾ 3 നമുക്ക് 3 ആ 3 അടയാളപ്പെടുത്തി കർവ് വരയ്ക്കും. സ്ക്വയർ നമുക്ക് ഇത് കട്ട് ചെയ്യാം. ഇത് ഫ്രണ്ട് പാർട്ട് കിട്ടി, ഇത് ബാക്ക് പാർട്ടും കിട്ടി. ഓക്കെ. അല്ലെങ്കിൽ പിന്നെ ഇത് ഇങ്ങനെ വെച്ചതിന് ശേഷം കട്ട് ചെയ്തതിന് ശേഷം ഫ്രണ്ട് കഴുത്ത് എടുത്തതിന് ശേഷം അളന്ന് ഫ്രണ്ട് കഴുത്തും ഇത് ബാക്ക് കഴുത്തും വേറെ വേറെ ആയിട്ട് കട്ട് ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് കൈ സ്ലീവ് വെട്ടാം. സ്ലീവ് വെട്ടുമ്പോൾ അളവ് നോക്കാം. എത്ര ഇഞ്ചുണ്ട്, ഇത്ര അളവ് നമുക്ക് കിട്ടും. ഇപ്പോൾ ടേപ്പ് വെച്ചാൽ മാറി ഇവിടെ നിന്ന് ഷോൾഡർ വരെ ഇവിടെ വരും. എത്ര കിട്ടും നോക്കാം. ഇതിൽ കിട്ടിയേക്കുന്നത് 7.25 7.25 പ്ലസ് 1 ഇഞ്ച് കൂട്ടിയതിന് ശേഷം അളക്കാം. ഇതിലിപ്പോൾ 1 ഇഞ്ച് കൂടുതലിട്ടിട്ടാണ് അളക്കുന്നത്. 1 ഇഞ്ച് കയ്യിനേക്കാളും 1 ഇഞ്ച് കൂടുതൽ കട്ട് ചെയ്യാം. അങ്ങനെയാണ് അളവ് തന്നിട്ടുണ്ട്. അപ്പോൾ 1 ഇഞ്ച് 8.25. ഇപ്പം ഞാൻ എടുക്കുന്നത് 10 ഇഞ്ചാണ്. അതായത് 9 ഇഞ്ച് നീളവും 1 ഇഞ്ച് കൂടുതൽ കട്ട് ചെയ്യണം. നമുക്കിവിടെ മടക്കി അടിക്കാനും ഇവിടെ അടിക്കാനും ഉണ്ട്. അതുകൊണ്ട് 1 ഇഞ്ച് കൂടുതൽ എടുക്കണം. ഓക്കെ. അതുപോലെ 10 ഇഞ്ച് എടുക്കണം. 10 ഇഞ്ച് ഇവിടെ വരുന്നത്. 10 ഇഞ്ചിൽ നിന്ന് 2.5 ഇഞ്ച് താഴേക്ക് എടുക്കണം. അളക്കണം. 1 2 ഹാഫ് ഇവിടെ വെച്ചിട്ട് വരും. വെച്ചാൽ 10 ഇഞ്ച് എടുത്തിട്ട് അതിൽ നിന്ന് 2.5 ഇഞ്ച് 1 2 2 ഈ 2.5 ഇഞ്ച് താഴോട്ടെടുത്ത് ഇവിടെ ഒരു പോയിൻ്റ്
അതിന് ശേഷം ഇവിടെ പോയിൻ്റ് ഇട്ടിട്ടില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് അതായത് നമ്മൾ 2 ഇഞ്ച് താഴേക്ക് വരച്ച ഭാഗത്തേക്ക് ഇവിടെയാണ് പോയിൻ്റ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു വര, ഈ പോയിൻ്റ് 15, ഇവിടെ നിന്ന് 15 ആണ് പാർട്ടിലേക്ക് എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ പോയിൻ്റ് നേരെ വരച്ചതിന് ശേഷം നേരെ വരച്ച് പതുക്കെ ഇങ്ങനെ വരക്കുക. ആദ്യം ഫസ്റ്റ് കുറച്ച് നമ്മൾ വെച്ചിട്ട് ഇങ്ങനെ വായിക്കുന്നതാണ് ആ ലൈനിന് വരെ. ഇവിടെ നമ്മൾ 2.5 ഇഞ്ച് താഴെ പോയിൻ്റ് ഇട്ടതിൽ നിന്ന് ഇവിടേക്ക് ഒരു ലൈൻ വരക്കാം. ലൈൻ വരച്ചതിന് ശേഷം മുട്ടിച്ച് ഇങ്ങനെ വരക്കാം. അപ്പോൾ നമുക്ക് കയ്യിൽ കർവ് കിട്ടും. കട്ടെ എത്രയാണ് നോക്കാം. ഇങ്ങനെ വെച്ച് അളക്കാം, അതല്ല ടേപ്പ് വെച്ചിട്ട് അളക്കണമെങ്കിൽ അളക്കാം. ഇങ്ങനെ വെച്ചാൽ എത്ര കിട്ടും? 6.5. ഇതിൽ 6.5 കിട്ടുന്നുണ്ട്. അതിൽ നിന്ന് 1 ഇഞ്ച് 1.5 ഇഞ്ച് കൂട്ടി എടുക്കാം. തയ്യൽ തുമ്പ് 1.5 ഇഞ്ച്. ഞാനിപ്പോൾ ഒരു 1 ഇഞ്ച് എടുക്കുന്നുണ്ട്. 6 + 7 6 + 7 കറക്റ്റല്ലേ? ഓക്കെ, സോറി, 6.5 കിട്ടുന്നു. 6.5 കിട്ടുമ്പോൾ അത് 7.5. 6.5 + 1 7. 7 കൊടുത്ത് ശേഷം നമുക്ക് സ്ലീവ് കൈകെട്ടി നമുക്ക് വരുന്ന ബാക്കി ഇതാണ്. പാർട്ടുകൾ ഈ പീസ് നമുക്ക് ആവശ്യമുണ്ട്. കഴിഞ്ഞു. ഇനി അടുത്തത് സ്റ്റിച്ചിങ് ആണ്. താങ്ക് യു.